ഹായ് ഡിയർ സൂപ്പർ കൺപണി സീരിയലിൻ്റെ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ക്രിഷ് കൺമണിയുമായിട്ട് പിരിയാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ക്രിഷ് ഇനി പറയുന്നുണ്ട് കൺമണിക്ക് ഒരിക്കലും തന്നെ ക്രിഷിൻ്റെ ഭാര്യയായിരിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ സാറ് എന്തായാലും ഇവിടുന്ന് പോകണമെന്നും ഞാൻ മറ്റൊരാളുടെ ഭാര്യയാവാനായിട്ട് പോകുന്നവളാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേനും കൃഷി എന്തായാലും അവളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നു മനസ്സില്ലാ മനസ്സോടെ. അപ്പോഴാണ് അവിടേക്ക് അച്ഛൻ വരുന്നത് കേട്ടോ. അച്ഛനാണെങ്കിലോ കൺമണിയുടെ ഈ ഒരു വിഷമം കാരണം തന്നെ പറയുന്നുണ്ട്, കൺമണിയെ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം തന്നെ എന്തായാലും ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാവും, എൻ്റെ മോളെ രക്ഷിച്ചാൽ മതി സാറ്. എൻ്റെ മോള് ഭാഗ്യം ചെയ്തവളാണ്, പക്ഷേ അവളുടെ ഭാഗ്യം ഞാനായിട്ട് ഇനി ഇല്ലാണ്ടാക്കുന്നില്ല സാർ, അവളെ രക്ഷിച്ചുകൊണ്ട് പോകണം എന്ന രീതിയിലൊക്കെ ആ ഭാവ അച്ഛൻ അവിടെ നിന്ന് സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും കൃഷ്ണൻ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഞാനുണ്ടാവും കൂടെ, എന്തായാലും കൺമണിയെ ആ വരുണിന് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അച്ഛ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നാളെ അവളെ രക്ഷിക്കാനായിട്ട് വരുമെന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. വരുണാണെങ്കിലോ കല്യാണ ചെക്കൻ്റെ പോലെ വരിക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോകുന്നു. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മാവനും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോഴത്തേനും വരുണിൻ്റെ കാലിൽ ഒരു മുള്ള് പെടുകട്ടോ ചെയ്യുന്നത്. ഭഗവാന് ഒട്ടും തന്നെ താല്പര്യമില്ല കൺമണിയും അതുപോലെ വരുണും തമ്മിലുള്ള കല്യാണത്തിന്. അതുകൊണ്ട് തന്നെ ദുർലക്ഷണങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ ആ അമ്മാവൻ അവിടെ നിന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും വരുൺ പറയുന്നുണ്ട്, ചോര കണ്ടു എന്ന് വിചാരിച്ചിട്ട് അത് അശുഭലക്ഷണമൊന്നും ആവാൻ പോകുന്നില്ല, അത് നല്ല ലക്ഷണമാണ് എന്നാൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ അച്ഛനും അതുപോലെ തന്നെ വരുണും സംസാരിക്കുന്നു കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല, ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു കല്യാണമാണ്. ചെറുക്കൻ്റെ അമ്മ പോലും കല്യാണത്തിന് വന്നിട്ടില്ല. വരൻ്റെ വീട്ടിൽ നിന്ന് ആകെ 3 പേര് മാത്രം, അതായത് ഞാനും അമ്മാവനും അച്ഛനും വരനും മാത്രം. ഇതെന്ത് കല്യാണമാവും, അപൂർവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ വരാത്തത് ദേഷ്യം കൊണ്ടൊന്നല്ല അമ്മാവ, അമ്മയ്ക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ഒരുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങോട്ട് വരാത്തത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവൾക്ക് നിന്നെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണല്ലോ, പിന്നെ എന്തൊക്കെയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത് എൻ്റെ നല്ല രീതിയിൽ തന്നെ ഈ കല്യാണം നടക്കും എന്ന രീതിയിലൊക്കെ വരുൺ പറയുന്നുണ്ട്. ഒക്കെ നടന്നാൽ കാണാം, ഇതെനിക്ക് നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല എന്നും പറയുന്നു. അതിനുശേഷം തന്നെ കൺമണിയായിട്ടോ കാണിക്കുന്നത്. കൺമണിയാണെങ്കിലോ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അമ്മായിമാരാണെങ്കിൽ ഇപ്പോൾ വരുണിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. ആരാണോ ജയിക്കുന്നത് അവരുടെ പക്ഷത്ത് നിൽക്കാനാണ് എപ്പോഴും അവർ താല്പര്യപ്പെടുന്നത്. അതിനുശേഷം കൺമണിയുടെ അടുത്ത് വരുന്നുണ്ട്, എൻ്റെ മോളെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, എന്നായാലും മോൾക്ക് വിധിച്ചിട്ടുള്ളത് ആ വരുൺ തന്നെയാണ്, ഇനി അതിന് വേണ്ടി നിന്നാൽ മതി, ഇനി ക്രിസ്സാറിനൊക്കെ മറന്നു കളഞ്ഞേക്ക്, മോള് സ്നേഹിച്ചത് വരുണിനെയാണെന്ന് വിചാരിച്ചാൽ മതി, അപ്പോൾ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ധനലക്ഷ്മി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനി അങ്ങനെ ചിന്തിച്ചാൽ മതി, എന്തായാലും നിൻ്റെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടക്കും, പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ടെൻഷൻ, വരുണുമായിട്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ പഴയതൊക്കെ മറക്കുന്നേ, നീ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്നുള്ളത് ചിന്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ എല്ലാവരും കൂടി തളർത്താനായിട്ട് ശ്രമിക്കാട്ടോ പാവം. അപ്പോഴത്തേനാണ് ചെറുക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മായിമാരൊക്കെ അങ്ങോട്ട് ഓടി ചെല്ലുന്നു. എങ്കിൽ വരുൺ എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ട് ഓടുന്നത്. ഇത് കാണുന്ന അച്ഛൻ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അച്ഛൻ കൺമണിയുടെ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുന്നു കേട്ടോ, മോളെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യാനാ മോളെ, നമ്മൾ രക്ഷപ്പെടും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. മോളോട് ഞാനൊരു അച്ഛൻ പറഞ്ഞു തരാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. മോൾ ഒരിക്കലും വരുണിൻ്റെ ഭാര്യയാവാൻ ശ്രമിക്കരുത്. ക്രിസ് സാർ നിന്നെ വിളിക്കാൻ വരും, എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ ക്രിസ് സാറിൻ്റെ കൂടെ തന്നെ പോകണം, എന്നെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് നിൽക്കരുത് എൻ്റെ മോൾ എന്ന് പറയുന്നു കേട്ടോ. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് സത്യമാണ്, എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നെ ഓർത്ത് ഒരിക്കലും എൻ്റെ മോൾ വിഷമിക്കരുത്, നിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി നീ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ വരൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം തന്നെ മനോജ് വന്ന് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാല് വയ്യാതായ വരുണിനോട് ചോദിക്കുന്നുണ്ട് മനോജ്, എന്താ പറ്റി വരുൺ കാലിനെന്ന് പറയുന്നു. അപ്പോൾ അമ്മാവൻ വരുന്നുണ്ട്, ഇത് അശുഭ ലക്ഷണമാണ്, അമ്പലത്തിൽ നിന്ന് ഒരു ആണി കൊണ്ടതാണെന്ന് പറയുന്നു, ചോര കണ്ടു, ഇത് നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല മനോജ് ചേട്ടാ, ഈ അമ്മാവൻ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി വരുന്നുണ്ട്. ധനലക്ഷ്മി വന്നതിന് ശേഷം തന്നെ വരുണിനോട് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി ഇന്ന് വരെ എത്തിച്ച കാര്യങ്ങളൊക്കെ മോൻ കണ്ടതല്ലേ, ഏട്ടത്തിനെ മറന്നു പോകരുതെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അമ്മായിമാർ വരുന്നുണ്ട്. അമ്മായിമാരും പറയുന്നുണ്ട്, കൺമണി
കല്യാണ പെണ്ണായി സുന്ദരിയായി റൂമിലിരിക്കുന്നുണ്ട്. ഇത്രയും അമ്മായിമാരെത്തിച്ചില്ലേ, അമ്മായിമാരെ മറക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ആരെയും മറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുൺ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ധനലക്ഷ്മി വന്നിട്ട് അമ്മായിമാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവനോട് ഇത്ര പറയാനുള്ളത്? ഏയ് ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, മോൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മളെ വത്സല മേഡത്തിനെ കണ്ടു. അനിരുദ്ധൻ സാർ എപ്പോഴാണ് എത്തുക എന്ന് പറയുന്നു. ഓൺ ദ വേ ആണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിനക്കെന്താ പേടി ഉണ്ടടാ? പേടിയൊന്നുമില്ല അച്ഛാ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കല്യാണ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ അമ്മാവൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കല്യാണം ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഒരു കുഞ്ഞു കല്യാണം, ഇത് കല്യാണ വീടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അമ്മാവൻ്റെ ഒരു കാര്യം, അമ്മാവൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വരുൺ അമ്മാവനെ മാറ്റി നിർത്തുകയാണോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ വരുണിനെയാട്ടോ കാണിക്കുന്നത്. എന്തായാലും അച്ഛനോട് പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനോജ് ചേട്ടനോട് സംസാരിക്കുക അച്ഛാന്ന് പറയുന്നു. എനിക്ക് അവളെ ഒന്ന് തകർക്കണം, കല്യാണ താലി കെട്ടുന്നതിന് മുന്നേയായിട്ട് അവളുടെ നെഞ്ചിലൊരു ബോംബ് വെച്ച് തകർക്കണം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. അതിനുശേഷം വരോട് പറയുന്നുണ്ട്, അവളുടെ കഴുത്തിലുള്ള ആ താലി, കൃഷി കെട്ടിയ താലി ആൾക്കാർ മുന്നിൽ വന്നിട്ട് ഞാൻ അഴിച്ചെടുക്കും, അതിനുശേഷം മാത്രമാണ് എൻ്റെ താലി ഞാൻ കെട്ടുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ മനോജ് പറയുന്നുണ്ട്, എന്തായാലും മുഹൂർത്തമായല്ലോ, നീ പോയിട്ട് കൺമണിയെ വിളിക്കുമെന്ന് പറയുന്നു. അമ്മായിമാർ താലം എടുത്തോ എന്ന് പറഞ്ഞു കൊല്ലുന്നു. അങ്ങനെ കൺമണിയെ വിളിക്കുന്ന സമയത്ത് ഡോറ് കൊട്ടുമ്പോൾ ഡോറ് തുറക്കുന്നില്ല കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി കുറേ വട്ടം വിളിച്ചതിന് ശേഷം മനോജേട്ടാ ഡോറ് തുറക്കുന്നില്ല, കൺമണിക്ക് എന്താ പറ്റിയാവോ എന്ന രീതിയിൽ പറയുമ്പോഴത്തേന് മനോജും അതുപോലെ തന്നെ ഗൂഗിൾ ഓടിക്കൊണ്ട് വരുന്നു. അങ്ങനെ വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ നായകനെ അവിടെ കാണുന്നത് കേട്ടോ. ക്രിസാറിനെ കാണുന്നുണ്ട്, അതുപോലെ അച്ഛനെയും കൺമണിയും ഉണ്ട് കേട്ടോ. കൺമണിയെ കൂട്ടിക്കൊണ്ട് ക്രിസാർ പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട ഗോകുലിന് നല്ല സന്തോഷമാണ്. ധനലക്ഷ്മിക്കാണെങ്കിൽ ആ ഷോക്ക് അടിച്ച പോലെ, അപ്പോൾ വരുണേ ഇതാ കൃഷി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അമ്മായിമാർക്ക് സമാധാനമായി, ഇനിയിപ്പോൾ ക്രിസ്താൻ്റെ കൂടെ നിൽക്കാം, എന്തായാലും ഇനി ക്രിസ്താരെ കൺമണിയെ കൊണ്ടുപോകുള്ളൂ, സന്തോഷിച്ചിട്ടിരിക്കട്ടോ. ആ സമയത്തിന് അയ്യോ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ വത്സല മേഡത്തിന് സന്തോഷമാവുന്നുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വരുണാണെങ്കിലോ കാലുകൊണ്ട് വയ്യാതെ ഓടി ചെല്ലാനും പറ്റുന്നില്ല. അങ്ങനെ വരുണിനെ അവിടെ കൊണ്ടേയിരുത്തുന്നു. അങ്ങനെ കൺമണിയെയും കൂട്ടിക്കൊണ്ട് ക്രിസ്താറ് എല്ലാ നിലവിളക്കും അതുപോലെ താലമൊക്കെ എടുത്ത് അമ്മായിമാർ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ സ്വന്തം പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരിക കേട്ടോ നമ്മുടെ ക്രിസ്താറ്. ഇത് നല്ലൊരു മൊമെൻ്റാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. പിന്നെ അതിന് ശേഷം തന്നെ വീണ്ടും പുറത്തിറങ്ങിയതിന് ശേഷം തന്നെ വരുണ് പറയുന്നുണ്ട്, ഇവളെൻ്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ നോക്കി ഇവൻ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആരാടാ നിൻ്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ നോക്കിയത്? എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണിയോട് മനോജ് പറയുന്നുണ്ട്, സാർ ഈ ഒരു പ്രശ്നം തകർക്കാൻ നിൽക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ അനിയത്തിനെ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന രീതിയിലൊക്കെ പറയുന്നത് മനോജിനോട്. കാരണം നിങ്ങളുടെ പെങ്ങളെ എന്തിനാണ് ഇവന് വേണ്ടി കെട്ടിയെടുക്കാൻ നോക്കുന്നത്, നിങ്ങളൊരു സ്ത്രീയാണെന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ള താലി കെട്ടുമെന്ന രീതിയിൽ വരുൺ പറയുന്നു. നീ ഉള്ള താലി കെട്ടാൻ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് രീതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ താലി കെട്ടുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് അടിക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചന്നം പിന്നെ അടിക്കുന്നത് പോലെയായിട്ടാണോ കാണിക്കുന്നത്. നല്ല പോലെ അടിക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ്. മേടാണെങ്കിലോ കോൺസ്റ്റബിൾമാരൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അങ്ങനെ കൺമണിയെ രക്ഷിക്കാനായിട്ട് കൃഷി വന്നിരിക്കുകയാണ്. വരുണിനെയും അതുപോലെ തന്നെ അനിരുദ്ധൻ സാറേയും ഒക്കെ തല്ലി ചതയ്ക്കുകയാണ് കേട്ടോ. പക്ഷേ അവസാനം പോലീസുകാരെല്ലാവരും കൂടി കൃഷ്ണൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും കല്യാണം നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കൺമണിയും അച്ഛനും വിഷമത്തോടുകൂടി ഇരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടിരുന്നത് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.